എന്താണ് ഇന്നത്തെ വ്ലോഗ്? അപ്പുക്കുട്ടൻസ് കല്യാണം വ്ലോഗ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഇതെല്ലാം ചെയ്യുമല്ലോ. പിന്നെ മറക്കാതെ കമന്റ്. ബൈ. നമ്മുടെ അപ്പുക്കുട്ടനെ കണ്ടാലോ? ഇതാണ് അപ്പുക്കുട്ടൻ. ആ ദൈനികമായ പ്ലീസ് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. പിന്നെ സൈഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ മൈത്ര ചേച്ചി, അതായത് ബ്രൈഡ്. അപ്പൂട്ടൻ പറയുന്നത് കേട്ടു. ആക്ച്വലി ഞാൻ ഈ പുള്ളിക്കാരിയുടെ വീഡിയോസ് കാണാറുണ്ട്. അതെ, റോസ് ഡേ ആണ് ടുഡേ. തരൂ. ഇത് കല്യാണത്തിന്റെ തലേന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്, അതായത് ഹൽദി ഡേ അന്ന്. പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താനുണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സ്, ഡ്രസ്സസ്, പിന്നെ ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി. രാമചന്ദ്രനിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നീട് രാമചന്ദ്രൻ ഫാൻസിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ എനിക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ലെഹങ്ക, ലാച്ച എന്ത് വേണം പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷോൾ എടുക്കണമായിരുന്നു. ഷോൾ എടുക്കാൻ കുറേ കടയിൽ കയറി. ഞങ്ങൾ ആദ്യം കയറിയിരുന്ന ഷോപ്പ് രാമചന്ദ്രനായിരുന്നു. അവിടെ കയറിയിട്ട് കുറച്ച് ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടീഷർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നാളെയാണ് കല്യാണം. ഹൽദിയുടെ അന്നിരുന്നിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ്. ഇത് ബ്രൈഡ് തലേന്ന് വീട്ടിലേക്ക് വന്നതാണേ. രാമചന്ദ്രൻ ഫാൻസിയിൽ നിന്നും ലിബാമും മെഹന്തിയും സ്റ്റെൻസിൽസും വാങ്ങി. ഹൽദി ഫംഗ്ഷൻ കണ്ടാലോ? പാ. ഹൽദി ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് എന്താ? ഫ്ലവേഴ്സും നല്ല സ്വീറ്റ്സും, പിന്നെ മെയിൻ സാധനം നല്ല നല്ല മണമുള്ള നല്ല യെല്ലോയിഷ് ആയിട്ടുള്ള മഞ്ഞളും. നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും പൂവിട്ടും സ്വീറ്റ്സ് കൊടുത്തും മഞ്ഞളൊക്കെ തേച്ചിട്ട് അങ്ങനെ നമ്മുടെ ഹൽദിയിൽ സെറ്റാക്കുകയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും, എല്ലാ കുട്ടിപ്പട്ടാളംസും എല്ലാവരും ഉണ്ട് ഗൈസ്. കുട്ടിപ്പട്ടാളംസും അമ്മച്ചിമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അണ്ണന്മാരും ഉണ്ട്. അപ്പോൾ ആരോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മഞ്ഞളിട്ട് കൊടുക്കുക. അപ്പം ഞാൻ വേഗം പോയി മഞ്ഞളിട്ട് കൊടുത്തു. ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ ഫുള്ള് കളി, ചിരി, ബഹളം. നോക്കിയേ എത്ര പേരാണെന്ന്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഡാൻസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ. ഡാൻസ് കളിക്കാൻ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. മുതിർന്നവരായാലും ചെറിയ പിള്ളേരായാലും കളിക്കേണ്ട സമയത്ത് അത് കളിക്കുക തന്നെ ചെയ്യണം. പിന്നെ അവസരം കിട്ടൂലല്ലോ. ഞങ്ങൾ ഭയങ്കര എൻജോയിങ് ആയിരുന്നു ഗൈസ്. ഫുള്ള് ഞങ്ങൾ കളിച്ച് തകർക്കുന്നു. എല്ലാവർക്കും നല്ലൊരു എക്സൈറ്റ്മെൻറ്റും എൻജോയിങ്ങും ഒക്കെ കൂടിയിട്ട്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ കാണിച്ചു തരാം. ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമുണ്ട്. അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ വീട് നിറയെ ഉണ്ട്. പിന്നെ ഋതുവിൻ്റെയും വാസുകിൻ്റെയും ഡാൻസ്, മിത്രേൻ്റെയും പൊന്നുവിൻ്റെയും ഡാൻസ്. അവർ ഭയങ്കര കരച്ചിലായിരുന്നു, പാട്ടിട്ട് കൊടുത്തില്ലെന്നാ. അങ്ങനെ പാട്ടിട്ട് കൊടുത്തതാ. ആ ഒരു മുഖത്തോ സന്തോഷം നോക്ക് പാട്ട് കേട്ടപ്പോൾ.
മഞ്ഞക്കിളികളുടെ ഡാൻസ് ഒക്കെ കണ്ടല്ലോ. പിന്നെ രേഷ്മ ചേച്ചി മെഹന്തി ഇട്ടു. പിന്നെ ഇവർക്കൊക്കെ ട്രാൻസ്ലേഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എടുത്തു കൊടുത്തു. അപ്പോൾ എനിക്ക് ഇടണം മെഹന്തി. അപ്പം ഞാനും ഇടുകയാണ്. വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടാണ് മെഹന്തിയുടെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളിലല്ലേ. അപ്പോൾ നമുക്ക് നേരെ കല്യാണത്തിലോട്ട് പോവാം. കേട്ടല്ലോ. അപ്പം നമുക്ക് നേരെ ഇനി കല്യാണ വിശേഷങ്ങളിലോട്ട് കിടക്കാം. രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക് എണീറ്റു. എവിടെ പോവാൻ? കല്യാണ വീട്ടിലേക്കല്ല, ബ്യൂട്ടി പാർലറിലോട്ട് പോവാൻ. ബ്യൂട്ടി പാർലറിലോട്ട് പോയില്ലെങ്കിൽ ആരാ ഹെയർ സെറ്റ് ചെയ്ത് തരും? ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നേ. പിന്നെ ദേ ഇവിടെ അമ്മയ്ക്ക് ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് വന്നു, ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സമയമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. എങ്കിലല്ലേ ബ്രൈഡ് വരുമ്പോൾ സെറ്റാക്കി നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക്. ബ്രൈഡ് നമുക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മേക്കപ്പ്. പിന്നെ അമ്മ സ്ട്രോപ്പ് ക്രീം ഇടുകയാണ്. പറഞ്ഞ് ബ്രൈഡ് ഇവിടെ എത്തി. പിന്നെ ബ്രൈഡ് ഇവിടെ പാർലറിലോട്ട് എത്തിയപ്പോൾ നല്ല നേരത്തെയാണ് എത്തിയത്. 6 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് 6:30-ക്കാണ് എത്തിയത്. നല്ല നേരത്തെയല്ലേ. ആദ്യം ഞാൻ മേക്കപ്പ് ചെയ്തില്ലായിരുന്നു. അവർ മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്ക് മേക്കപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. പിന്നെ ഇത് ഫുൾ മേക്കപ്പ് ലുക്ക് അല്ല കേട്ടോ, ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പേടിക്കണ്ട, തിരിച്ചും വൈകാതെ തന്നെ വീണ്ടും പാർലറിലേക്ക് പോകുന്നു. ഞങ്ങളങ്ങനെ തിരിച്ചും പാർലറിലോട്ട് പോയി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡിന് മറ്റേ നെറ്റിച്ചുറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് അമ്മ നേരെ പോയിട്ട് കല്യാണ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവിടെ കുറേ ചടങ്ങുകളൊക്കെ നടക്കുവാണ്. അപ്പോൾ ഇത് എല്ലാവരും സെയിം സാരിയൊക്കെ ആയിരുന്നു, അമ്മമാരെല്ലാവരും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. തട്ടമാറ്റ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല. കറക്റ്റായിട്ട് ഈ ചടങ്ങ് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ദേ പോകുന്നു നമ്മുടെ ഡാൻസർ നമ്പർ 2. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ വായി നോക്കി നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നിൽക്കുക. എന്തല്ലേ. കല്യാണം ആറ്റുകാൽ ടെമ്പിളിൽ വെച്ചായിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് ബുക്ക് ചെയ്ത ദിവസമാണെങ്കിൽ ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. ഒരു 10-15 കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ ആറ്റുകാലിൽ തിരക്കറിയാലോ. പിന്നെ ഇത് ആറ്റുകാലാണ്, എന്തായാലും തിരക്ക് കാണും. അങ്ങനെ നമ്മുടെ താലികെട്ടും കല്യാണം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മണ്ഡപത്തിൽ പോയിട്ട് അടിച്ച് പൊളിക്കണ്ടേ. അതിനു മുമ്പേ അമ്പലത്തിന് ചുറ്റുപാടൊന്ന് കറങ്ങി കണ്ടു. പക്ഷെ ഉള്ളിലോട്ട് കയറി തൊഴാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഹൽദിയിൽ ലേ കൊച്ചു എന്നും പറഞ്ഞിട്ട് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു. ശരിക്കും പേര് ശ്യാം. ദേ പുറകി പോകുന്നുണ്ടോ, അതാണ് ശ്യാമിൻ്റെ ചേട്ടൻ. അപ്പം ഞാൻ എന്നെ തന്നെ കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പം നീരജിനോട് ഓരോ വ്ളോഗിൽ ഞാൻ എടുക്കുമ്പോഴത്തേക്കിലും അവൻ ഭയങ്കര വികാരത്തോട് കൂടിയിട്ട് നോക്കുവാണ് ഗൈസ്. പിന്നെ അമ്പലത്തിൽ നിന്ന് ചെരുപ്പൊക്കെ ഇട്ടു. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ആറ്റുകാലിൽ നിന്ന് അങ്ങോട്ട് നല്ല ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നടന്ന് ഒന്നാമത് ഹീൽസ്, ചെരുപ്പ്, അതിൻ്റെ കൂടെ പാവാട എല്ലാം നല്ല വെയിലും. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലെത്തി. മൈത്രി ചേച്ചിയും വന്നു. പിന്നെ മണ്ഡപത്തിൽ ഫുള്ള് റീലായിരുന്നു. ഈ ഒരു റീല് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ പോയി കാണുക. അപ്പം നല്ല രസമായിരുന്നു റീൽ എടുത്തപ്പോൾ. ഭയങ്കര ചിരി കളിയായിരുന്നു. പിന്നെ ഡാൻസ്. ഇവിടെ എന്താ ഇപ്പം സംഭവിച്ചേ? വേറെ ഒന്നുമല്ല, ഡാൻസാ. പിന്നെ ഇവരുടെ ഒരു ട്രാൻസിഷൻ. വോയിസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്ന മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമുക്ക് രാത്രിത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പണി എന്ന് പറഞ്ഞത്. ഫുള്ള് ഡാൻസ് എന്ന് വെച്ചാൽ അർമാദിച്ച് കളിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഫാമിലിക്ക് നെയിമൊന്നും ഇല്ലേന്ന്. നെയിമൊക്കെ ഉണ്ട് ഗൈസ്, ബട്ട് ഞാൻ യൂട്യൂബിലോട്ട് അതൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ.
പിന്നെ ഇനി ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് വേണ്ട, പാട്ടൊന്നും കേൾപ്പിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഉറപ്പായിട്ട് പാട്ടൊക്കെ കേൾപ്പിക്കാം. അപ്പം നിങ്ങൾ അതെല്ലാം പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരൂ. ഞങ്ങൾ പിന്നെ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തു. പിന്നെ പുറത്തോട്ട് പോയി ഡാൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ലൈനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് വീണ്ടും പോകുന്നു ഗായ്സ്. അപ്പോൾ നമുക്കിനി പുറത്തോട്ട് പോയിട്ട് കാണാം. ഇനി കുട്ടിപ്പട്ടാളംസിൻ്റെ ഡാൻസ്. ഇനി നമുക്കൊക്കെ റീല് മുഖ്യമെങ്കിലേ അതുകൊണ്ട് റീലും എടുത്തു കുറച്ച്. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയിപ്പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മമാരുടെ ലുക്ക് എന്ന് പറയുന്നത്. അവർക്ക് എല്ലാവർക്കും സെയിം സാരി ആയിരുന്നു. അപ്പോൾ ഇതിൽ എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇനിയും ആൾക്കാരുണ്ട് ഗൈസ്.